നമ്മുടെ ബൈക്ക് യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹേ ഫോക്സ്, ഇറ്റ്സ് ഓണിമസ്, വാട്ട്സ് ഹാപ്പനിങ്? മോസ്റ്റ്ലി കുറേ പേര് ആരോടെങ്കിലും ഇടയ്ക്ക് ഓണാക്കി വെക്കണമെന്ന് പറഞ്ഞ് പോകാറായിരിക്കും പതിവ്. ബാറ്ററി ഡൗൺ ആകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യാറ്. ചില ഓണേഴ്സ് ബാറ്ററി ഊരി വെക്കും പോകുമ്പോൾ. ഇതൊക്കെ ബാറ്ററി ഡൗൺ ആകാതിരിക്കാൻ സഹായിക്കും എന്നുള്ളത് സത്യമാണെങ്കിലും വാട്ട് അബൌട്ട് ദി അതർ പാർട്സ്? ടയർ ഫ്ലാറ്റ് ആകുക, കേസ് ഹാർഡാകുക, റസ്റ്റിംഗ്, ദീസ് ആർ സം ഓഫ് ദ കോമൺ ഇഷ്യൂസ് വിൽ ഫേസ്. ബട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയ പണിയായിരുന്നു സെൻസർ ഇഷ്യൂസ്. വണ്ടി ഇഗ്നിഷൻ കൊടുക്കുമ്പോഴുള്ള റെസ്പോൺസ് വളരെ ലോ ആണ്. അത് സെൻസേഴ്സ് ഡാമേജ് ആയതുകൊണ്ടാണത്ര ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തത് എന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. അവർ പറഞ്ഞ് ഈ വണ്ടിക്ക് ഇതൊരു ഹോൾ പീസായിട്ടാണ് വരുന്നതെന്നും ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 8,400 റുപ്പീസ് ജസ്റ്റ് ആ പീസിന് മാത്രം, ആൻഡ് ലേബർ വേറെ വരും എന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. എങ്ങനെ പോയാൽ അതൊരു 9,000 മേളിലായിരിക്കും. ഇതൊക്കെ ഇത്ര നല്ല പ്രൈസ് വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്കിതൊക്കെ വാറൻറ്റിയിൽ തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ വാറൻറ്റി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് എല്ലാം പ്രോപ്പറായിരിക്കണം. മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി യൂസ് ചെയ്യാണ്ട് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സർവീസ് സൈഡിലോട്ട് ആരും ചിന്തിക്കാറില്ല. വണ്ടി യൂസ് ചെയ്യുമ്പോൾ പോരെ സർവീസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മിക്ക ആൾക്കാർക്കുള്ളത്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എനിക്കുണ്ടായ ഫോൾട്ടുകളാണ് ഞാൻ പറയുന്നത്. നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് വണ്ടി ഒന്ന് യൂസ് ചെയ്യാനും പറയാം. അതേപോലെ തന്നെ സർവീസ് ടൈം ആകുമ്പോൾ വണ്ടി അധികം ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് സർവീസും കാര്യങ്ങളും ചെയ്യാം. സർവീസ് കോസ്റ്റാണെങ്കിൽ നമുക്ക് പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കയറും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബൈക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. എനിക്കത്രേ പറയാനുള്ളത്. എനിക്കറിയാം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണെന്ന്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ബൈ ഫ്രം ഓണിമസ്.